ഞാൻ ഇന്നലത്തെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴേക്കും പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ടെല്ലാം ഉണ്ട്. നിയമപരമായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഞങ്ങളതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായുള്ള കാര്യങ്ങളിലല്ല, മറിച്ച് നിലവിലുള്ള നിയമം അനുസരിച്ച് കോർപ്പറേഷന്റെ കെട്ടിടം ഒരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്താൽ ആ വ്യക്തി മരണപ്പെട്ടാൽ അത് തിരിച്ച് അതിന്റെ ഓണർഷിപ്പ് കോർപ്പറേഷനിലേക്ക് വരും. ആ വ്യക്തി മൂന്നാമതൊരു വ്യക്തിക്ക് കൊടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടത് തിരിച്ച് കോർപ്പറേഷനിലേക്ക് വരും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് 20-30 വർഷം മുമ്പ് പലർക്കും കരാറ് കൊടുത്തവർ അവർ സബ്ലീസ് കൊടുത്തിട്ടുണ്ട്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ഞങ്ങൾ പരിശോധിച്ചു. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ കരാർ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാം. അതിന് കാലാവധി ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചിട്ട്, അതുമാത്രമല്ല പല കാര്യങ്ങളുടെയും ഡിസ്കഷൻ നടക്കുകയാണ്. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിൽ പ്രതികരിക്കാം. അതായത് ആ കെട്ടിടം കൊടുത്തതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാം. അല്ല, ഞാനിപ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയിൽ ഇരുന്ന് മറുപടി പറയുന്നത് പോലെ രേഖകൾ പരിശോധിക്കാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മറുപടി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിക്കണം, സെക്രട്ടറിയുമായി സംസാരിക്കണം. സെക്രട്ടറിയുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ പുറത്തു വന്നെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം കാണാൻ തയ്യാറായത്, നിങ്ങളുടെ സമയം മെനക്കെടുത്തിട്ടുണ്ടെന്ന് എഴുതിയിട്ട്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു? അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കോർപ്പറേഷന്റെ ഒറ്റ കാര്യം, കാലഹരണപ്പെട്ട കരാറുകളൊക്കെ തന്നെ പരിശോധിക്കും. കഴിഞ്ഞില്ലേ? ഓക്കെ. പല കാര്യങ്ങളും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്രട്ടറിയായിട്ട് സംസാരിച്ചാൽ കുറച്ച് തെരുവ് നായ്ക്കളുടെ ഷെൽട്ടറിൽ അടയ്ക്കുന്ന വിഷയമാണ്. വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ രാവിലെ കാണാൻ വന്നിരുന്നു. സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് സംസാരിച്ചിട്ട് കോടതിയിൽ നിലവിലുള്ള, ലോവർ കോർട്ടിലും ഹൈക്കോടതിയിലും നിലവിലുള്ള കേസുകളുടെ അവസ്ഥ നമ്മുടെ ലീഗൽ ഓഫീസറെ വിളിച്ചിരുന്നു. അവരും സ്റ്റാൻഡിംഗ് കൗൺസിൽ സെക്രട്ടറിയായിട്ട് ഇരുന്നിരുന്നു. കേസുകളുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളുടെ അതിന്റെ പൊസിഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാവിലെ മുതൽ 9 മുതൽ തന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അലക്സിന് അറിയാതെ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, ഞാൻ പറയില്ല. ഞാൻ പറയാത്തൊന്നും ദൈവം കൊടുക്കരുത്. ഇല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ മുഴുവനും പ്രത്യേകിച്ചും LDF ഭരിച്ചിരുന്നപ്പോഴേക്കും ഇതുപോലെ കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ നിരവധി ഓഫീസുകൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ട്, കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യണം, അതൊക്കെ തന്നെ പരിശോധിക്കണം. അല്ല, അത് ആവശ്യമാണ്. കാരണം ഞാൻ പൂജപ്പുര വാർഡിന്റെ കൗൺസിലറായിരുന്നു. നിങ്ങളിപ്പോൾ പൂജപ്പുര പോയി നോക്കിയാൽ അറിയാം, ഒരു 2 ടേബിൾ ഇട്ട് 2 ചെയർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓഫീസിൽ പിന്നെ ഒരാളിന് കയറാൻ പോലും പറ്റില്ല. വന്നിട്ടുണ്ട് അവിടെ പൂജപ്പുര മാർക്കറ്റ് ബിൽഡിംഗിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രവർത്തിച്ച ഒരു ഓഫീസുണ്ട്. 2 ടേബിൾ ഇടാം, ക്ലർക്കിനും എനിക്കും ഇരിക്കാനുള്ള ഒരു ചെയറും ഉണ്ട്. പക്ഷേ ഒരു 10-15,000 ആൾക്കാരുള്ള ഒരു വാർഡിന്റെ ഓഫീസിൽ ഒരു 10 പേര് വന്ന് കയറി ഇരിക്കാനായിട്ട് സുഖമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ വന്ന് പറയാൻ സ്ഥലമില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പറയാനുള്ള സൗകര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ ഗോവയിലേക്ക് ഒരു MLA ഒരു അസംബ്ലി മണ്ഡലത്തിൽ 15,000-20,000 വോട്ടർമാരൊക്കെയാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൽ തന്നെ 15,000-20,000 വോട്ടർമാർ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരു MLA-യുടെ നിലവാരത്തിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പ്രവർത്തന സൗകര്യത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഉയരേണ്ട ഒരു പ്രദേശമാണ്. അപ്പോൾ കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള സൗകര്യം ഉണ്ടാകണം. അത് ഏത് സിസ്റ്റമാണ് ചെയ്തു കൊടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണോ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണോ, അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അവർക്ക് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാകണം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉണ്ടാകണം, ജനങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടാകണം.
അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരുടെ പരമാവധി എഫിഷ്യൻസി നാടിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പല കൗൺസിലർമാർക്കും ഓഫീസില്ല. അവര് സ്വന്തമായിട്ട് പലരും ഇപ്പോൾ വീട്ടിലാണ്. വനിതകളൊക്കെ സ്വന്തമായിട്ട് പണം കണ്ടെത്താൻ സാധിക്കാത്ത വനിതകളൊക്കെ തന്നെ സ്വന്തം വീട്ടിലൊരു റൂമോ ചെറിയ വീടൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതൊക്കെ നിങ്ങളും പോയി നേരിട്ട് കാണണം. അപ്പോൾ അതിനൊക്കെ സൗകര്യം ഉണ്ടാവും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ബാക്കിയെല്ലാം ചർച്ചകൾ കഴിഞ്ഞ് നിയമപര വശമൊക്കെ പരിശോധിച്ച് പറയുള്ളൂ. കൊമേഴ്സ്യൽ കോംപ്ലക്സിന് മാർക്കറ്റ് വാല്യൂ കോർപ്പറേഷൻ കിട്ടണം. മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങൾക്കൊക്കെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇരുന്ന് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ലാഭമുണ്ടാക്കുന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്ന അതേ വാടക കോർപ്പറേഷന് കിട്ടണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന അതേ ഡെപ്പോസിറ്റ് കോർപ്പറേഷൻ കിട്ടി വെക്കുള്ളൂ. അല്ല, നിയമപരമായിട്ട് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, ജനങ്ങൾ വരുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായവും സൗകര്യവും ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. അതായത് കോർപ്പറേഷന്റെ, ഞാൻ പറഞ്ഞില്ല അനു, ഇത് ലാസ്റ്റ് ചോദ്യം കൊണ്ടെല്ലാം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കോർപ്പറേഷന്റെ ഒരു കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ, സ്വകാര്യ വ്യക്തികളെടുത്ത് ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഇതിന് കിട്ടേണ്ട വാടക കിട്ടാൻ കോർപ്പറേഷൻ അർഹതയില്ലേ?